MLA-ക്കെതിരായി പ്രതിഷേധിച്ചെന്താ? എൻ്റെയൊക്കെ വീട്ടിലേക്ക് എല്ലാ ആഴ്ച മാർച്ചാണ്. വീടിൻ്റെ അകത്ത് വരെ കയറി കഴിഞ്ഞ പ്രാവശ്യം. ചെടിച്ചെടിയൊക്കെ തല്ലി പൊളിച്ചു വീടിനകത്ത്. എൻ്റെ സ്വകാര്യ വസതിയാണ്, ഔദ്യോഗിക വസതിയൊന്നുമല്ല. എൻ്റെ സ്വകാര്യ വസതി അകത്ത് കയറി അവിടെ നിന്നിരുന്ന് എന്നെ കാണാൻ വന്ന ആളെ തല്ലി. എല്ലാ ആഴ്ചയും പ്രകടനമാണ്. BJP-യും CPM അവർ തമ്മിൽ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ ആഴ്ച BJP ആണെങ്കിൽ അടുത്ത ആഴ്ച CPM. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എല്ലാ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും അതിനെതിരായിട്ട് അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. അത് അന്വേഷിക്കണമല്ലോ, ഉറപ്പായിട്ട് അന്വേഷിക്കണം. കാരണം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലും പരാതി കൊടുത്തിരിക്കുകയാണ്. ഒരാൾ പണാപഹരണം നടത്തി എന്നുള്ളതാണ് കേസ്. അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചതെല്ലാം ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്. മാത്രമല്ല പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഈ അതിക്രമം നടന്നത്. ഇപ്പോൾ ശ്രീ സജീവ് ജോസഫ് വളരെ വിശദീകരിച്ചല്ലോ. ഏരിയ സെക്രട്ടറി കൊലക്കേസിലെ പ്രതിയാണ്, പ്രധാനപ്പെട്ട നേതാക്കൾ കൊലക്കേസിലെ പ്രതിയാണ്. എന്നിട്ടും അവിടെ അതിനെ ധിക്കരിച്ച് പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ആഴത്തിലുള്ള കാര്യമാണെന്ന്. പയ്യന്നൂരിൽ പ്രതിപക്ഷത്തിന് പോലും അനങ്ങിയാൽ അടി കിട്ടുന്ന സ്ഥലത്ത് ഈ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ജില്ലാ നേതൃത്വം ന്യായീകരിച്ചു, സംസ്ഥാന നേതൃത്വം ന്യായീകരിച്ചു ഈ കൊള്ളയെ. എന്നിട്ടും അതിനെതിരായി പാർട്ടി പ്രവർത്തകർ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി എന്നുള്ളത് നിസ്സാര കാര്യമാണോ? പയ്യന്നൂരിൽ അതിൽ പങ്കെടുത്ത ഒരാളെയാണ് ബൈക്ക് കത്തിച്ചത്. അപ്പോൾ എന്ത് അതിക്രമവും നടത്താം. ഇവർക്ക് എന്ത് ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്? നീതിന്യായ വ്യവസ്ഥകളൊന്നും ഇവർക്ക് ബാധകമല്ലേ? അല്ല ഇവർക്ക് പ്രത്യേക നിയമമുണ്ടോ CPM ക്രിമിനലുകൾക്ക്? അതാണ് ഞങ്ങളുടെ ചോദ്യം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ മറ്റുള്ളവർക്ക്? ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. പാർട്ടിക്കാരാണെങ്കിൽ പോലും ചോദ്യം ചെയ്താൽ കൊല്ലും എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, കൊല്ലും. അത് നടക്കില്ല. അല്ല തീർച്ചയായിട്ടും CPM-നെതിരായും MLA-ക്കെതിരായി പ്രതിഷേധിച്ചിട്ടുണ്ട്. MLA-ക്കെതിരായി പ്രതിഷേധിച്ചെന്താ? എൻ്റെയൊക്കെ വീട്ടിലേക്ക് എല്ലാ ആഴ്ച മാർച്ചാണ്. വീടിൻ്റെ അകത്ത് വരെ കയറി കഴിഞ്ഞ പ്രാവശ്യം. ചെടിച്ചെടിയൊക്കെ തല്ലി പൊളിച്ചു വീടിനകത്ത്. എൻ്റെ സ്വകാര്യ വസതിയാണ്, ഔദ്യോഗിക വസതിയൊന്നുമല്ല. എൻ്റെ സ്വകാര്യ വസതി അകത്ത് കയറി അവിടെ നിന്നിരുന്ന് എന്നെ കാണാൻ വന്ന ആളെ തല്ലി. എല്ലാ ആഴ്ചയും പ്രകടനമാണ്. BJP-യും CPM അവർ തമ്മിൽ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ ആഴ്ച BJP ആണെങ്കിൽ അടുത്ത ആഴ്ച CPM. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എല്ലാ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും അതിനെതിരായിട്ട് അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. ഞങ്ങളാരും അവരെ തല്ലി ഓടിക്കാൻ നിന്നില്ലല്ലോ. ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയില്ല. എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാം നടത്തട്ടെ എന്ന് പറയും. അവർ നടത്തി, അവർ പോട്ടെ. അവർക്ക് പ്രതിഷേധിക്കാൻ, പ്രതിപക്ഷ നേതാവിനെതിരായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം അവിടെ ഇല്ലേ? ഞാൻ എണ്ണി തരാം. എല്ലാ ആഴ്ചയെന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നടത്തിയാണ്. ഇവരുടെ ഒന്നും പാടില്ല. ആരാ ഇവരാരാ? നടത്തിക്കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് ഏരിയ സെക്രട്ടറി. ഈ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലല്ലേ ഈ വൃത്തികേട് നടക്കുന്നത്, ഈ തോന്നിയാസം നടക്കുന്നത്? ഇദ്ദേഹം ഇതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞ് ജലിഞ്ഞിരുന്ന് ആ കസേരയിലിരിക്കുകയാണോ? എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കുക. അത് ഞങ്ങൾ അതിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ പോരാടും ഉറപ്പായും.